ഹലോ ഓൾ, ലാസ്റ്റ് 75 ഡേയ്സ് നീറ്റ് സ്റ്റഡി പ്ലാൻ ആണ് പറയാൻ പോകുന്നത്. ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ റെഡി ആക്കിയിട്ടുള്ളത്. ഇത് ആരും തന്നെ കേരളത്തിൽ അപ്ലോഡ് ചെയ്യാതെ, അതായത് പബ്ലിഷ് ചെയ്യാതെ ഒരു പ്ലാനാണ്. കാര്യം നമ്മൾ ഒരുപാട്, അതായത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ചാപ്റ്ററിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 3 സബ്ജക്റ്റിനുണ്ട്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റഡി പ്ലാനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പഠിച്ച് തുടങ്ങാം എന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നീറ്റ് മോട്ടിവേഷൻ വീഡിയോസ്, MBBS വ്ളോഗ്സ്, ഷോർട്സും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ അല്ലേ? റെഡി? ഫസ്റ്റ് കെമിസ്ട്രിയാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ ബി ടെല്ലിങ് യു ഹൗ ടു സ്റ്റഡി കെമിസ്ട്രി. കെമിസ്ട്രി എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ എങ്ങനെ കെമിസ്ട്രി പഠിക്കും? കെമിസ്ട്രി ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഓരോ കാര്യം പറഞ്ഞുതരാം. ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. അതായത് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നെയ്മിങ് അതുപോലെ തന്നെ റിയാക്ഷൻ മെക്കാനിസം, അതുപോലെ തന്നെ റിയാക്ഷൻ മെക്കാനിസം, അതുപോലെ തന്നെ എന്താണ് പ്യൂരിഫിക്കേഷൻ, ഈ 3 ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇത്. നീറ്റ് 2024, അതായത് ലാസ്റ്റ് ഇയർ നീറ്റിൽ ഏകദേശം 4 ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 2024. ഇതെന്താ അതെനിക്ക് മനസ്സിലായില്ല. 2 എക്സാം നടന്നിട്ടുണ്ട്, എനിക്കറിയില്ല. ഓക്കെ, അതായത് വേറെ അന്നെന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് വേറെ എക്സാം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ കേരളത്തിലല്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ 2ലും 4 എക്സാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2023 എന്തുണ്ട്? ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2022 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനെ നല്ല ഹൈ വെയിറ്റേജ് ചാപ്റ്ററാണ്. ഇപ്പോൾ ഈ ഒരു നമുക്ക് പാസ്റ്റ് 2 ഇയർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാം. എല്ലാതും നമ്മൾ നോക്കുന്നില്ല. പിന്നെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. VSEPR തിയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് 4 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോറി, 3 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു ആവറേജ് എന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യനാണ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിന് കിട്ടും. 3 ക്വസ്റ്റ്യൻ ഷുവറാണ്. ഈ വർഷം നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? റെഡി? ഇനി അടുത്തത് പറയാനുള്ളത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് 2 ആണ്. 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക്, അതായത് കെമിക്കൽ കൈനറ്റിക്സ് 2 ക്വസ്റ്റ്യൻ, 2 to 3 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ കോർഡിനേഷൻ കോമ്പൗണ്ടിലും 2 ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ D&F എന്ന് കഴിഞ്ഞ വർഷം 3 ചോദിച്ചിട്ടുണ്ട്, പക്ഷേ നീ 2024 4 ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാതും പറഞ്ഞ് ടൈം കളയുന്നില്ല. റിഡോക്സ് എന്നൊക്കെ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ. അപ്പോൾ റിഡോക്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. കാര്യം നിങ്ങൾക്ക് ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ്, റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ബയോമോളിക്യൂൾസ് ഇൻഓർഗാനിക് ചാപ്റ്റേഴ്സ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡിയാക്കി എടുത്താൽ മതി. ഓക്കെ, കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി. പിന്നെ നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ, ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് എല്ലാ വർഷവും 2 ചോദ്യം, അല്ലെ എല്ലാ വർഷവും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 2 ചോദ്യം വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് പഠിക്കുക. കാര്യം 8 മാർക്ക് നിങ്ങൾക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. പിന്നെ അമൈൻസ്, അങ്ങനെ പല ചാപ്റ്റേഴ്സ്, അതായത് പിന്നെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, ഈ ഓർഗാനിക് ചാപ്റ്റേഴ്സ് എന്ന് ഒരു നല്ല ഹൈ വെയിറ്റേജിലുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ് എന്ന് കഴിഞ്ഞ വർഷം 3 ചോദിച്ചിട്ടുണ്ട്. പിന്നെ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എഴുതിയ ടൈമിൽ 3 ക്വസ്റ്റ്യൻ, സോറി, ഞാൻ 2023 നീറ്റാണ് എഴുതിയത്. ഞാൻ എഴുതിയ ടൈമിലും അതിൽ 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്സിൽ ഒന്ന് അനലൈസ് ചെയ്യാം. ഞാൻ എപ്പോഴും നമ്മൾ മെൻറ്റർഷിപ്പിലുള്ളവരോടൊക്കെ പറയുന്നതാണ്. പിന്നെ മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മെൻറ്റർഷിപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നീറ്റിഫൈ ലേണിംഗ് എന്നാണ്. അതുപോലെ തന്നെ നീറ്റിഫൈ മെൻറ്ററിംഗ് പ്രോഗ്രാം ഉണ്ട്. അത് സ്റ്റുഡൻസിന് മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. നീറ്റിഫൈ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞതാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി ഒരു നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. 4 ക്വസ്റ്റ്യനൊക്കെ മിനിമം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. 2023 5 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? റെഡി? അതായത് ഞാൻ എഴുതിയ ടൈമിൽ. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നിന്ന് 4 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം. പിന്നെ ഞാൻ എഴുതിയ ടൈമിൽ 2 ക്വസ്റ്റ്യൻ. അങ്ങനെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് നോക്കാൻ പറ്റും. പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇതൊക്കെ +2 ചാപ്റ്റേഴ്സ് അല്ലേ? +2 ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുന്നത്. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ക്വസ്റ്റ്യൻ കൂടുതൽ കാണുന്നുണ്ട്. അങ്ങനെ റേ ഓപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതിൽ ഞാൻ എഴുതിയ ടൈമിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷൻ ബിയിലായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ സെക്ഷൻ A, സെക്ഷൻ B എന്ന് പറഞ്ഞ ഡിവിഷൻ ഇല്ല, ഒറ്റ സെക്ഷനേ ഉള്ളൂ.
ഓക്കെ, ഡ്യുവൽ നാച്ചർ സിമ്പിൾ ചാപ്റ്റർ ആണ്. E = H - എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. മോഷൻ്റെ സ്ട്രേറ്റ് ലൈൻ എന്നൊക്കെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ അല്ലേ, റെഡി. ഇനി ബയോളജിയിൽ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എപ്പോഴും പറയുന്നതാണ്. ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ ടഫാണ്. പക്ഷേ ടഫുള്ള ചാപ്റ്റർ ആയ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് ഞാൻ പഠിച്ച ടൈമിൽ ഞാൻ എഴുതിയ 8 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 8 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 8 ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 8 × 4 32 മാർക്ക് അതിൽ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമം 8 നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് കാര്യം നിങ്ങൾ നോക്കുക. ഏകദേശം 9 ക്വസ്റ്റ്യൻ വരെ 2021 ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇനി അടുത്ത് നോക്കാം. അതായത് +2 ചാപ്റ്ററുകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് അവർ. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, റെഡി. ഇനി ഇത് പ്ലാൻകിൻഡെന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. അത് നമുക്ക് ടഫായിട്ട് എക്സാമ്പിൾസ് ഒക്കെ ടഫായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് 3 ഏകദേശം ഒരു ഓവറോൾ ഐഡിയ കിട്ടില്ല. നിങ്ങൾക്ക് അത് ഒന്ന് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലാസ്റ്റ് 50 ഡേയ്സ് പ്ലാൻ ആണ്. അതായത് ലാസ്റ്റ് 75 ഡേയ്സ് പ്ലാൻ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ 50 ഡേയ്സ് പ്ലാൻ നമ്മൾ പറയും വിത്ത് 25 ഡേയ്സ് എക്സാം. ഈ 25 ഡേയ്സ് എക്സാം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാക്കി തരാം. നമ്മൾ മാക്സിമം എക്സാമൊക്കെ എഴുതാനുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ അല്ലേ, റെഡി. ഓക്കെ, റെഡി. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ വീക്ക് 1 എന്ത് പഠിക്കണം? വീക്ക് 1 നിങ്ങൾ എന്ത് പഠിക്കും? വീക്ക് 1 നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതിൽ 1, 2, 3 ടോപ്പിക്സ് ഒക്കെ ചിലപ്പോൾ കുറച്ച് ടോപ്പിക്സ് മിസ്സായിരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു പ്ലാൻ ഇട്ടത് ഒന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഹൈ വെയിറ്റേജ് ചാപ്റ്ററുകളിൽ നിന്ന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആ ഹൈ വെയിറ്റേജ് ചാപ്റ്ററൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ ഒരു കുറച്ചൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ എയിം ചെയ്യുന്നവർക്ക് പഠിക്കാൻ വേണ്ടി അല്ലാതെ ഈ 1.5 മാസം അത് 50 ഡേയ്സ് കൊണ്ടൊന്നും ഒരിക്കലും ഒരു ഫുൾ ഈ പറഞ്ഞ ഫിസിക്സും കെമിസ്ട്രിയും എന്ത് ചെയ്യാൻ പറ്റില്ല. ഫുൾ എല്ലാ ചാപ്റ്ററും 0 ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നീറ്റ് ക്രാക്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആൾറെഡി പഠിച്ചവർക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ട് ജസ്റ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനർ എന്ന് പറയാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. വീക്ക് 1 ബയോളജിയിൽ ഈ ഇന്ന ചാപ്റ്റേഴ്സ് മോളിക്കുലർ ബേസിസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് പഠിക്കാം. ഓക്കെ, പിന്നെ വീക്ക് 1 എന്ന് പറഞ്ഞാൽ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5, ഡേ 6, ഡേ 7. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എക്സാംസ് എഴുതാൻ പറ്റും. അതിനുള്ള പ്ലാൻ ഞാൻ റെഡിയാക്കി തരുന്നുണ്ട്. ഓക്കെ അല്ലേ, വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വീക്ക് 2 നിങ്ങൾക്ക് സെറ്റാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, വീക്ക് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, 9, 10, 11, 12, 13 അതിൽ ആൾട്ടർനേറ്റീവ് കറന്റ് ഇലക്ട്രോൺ EM വേവ്സ് വരെ എടുത്തു. അതിനുശേഷം എന്താണ്, ഈ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു 14th ഡേ, അതായത് വീക്ക് 14, വീക്ക് 2 14th ഡേക്ക് വീക്ക് 2 ലാസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും എന്നുള്ളതാണ്. വീക്ക് 3 വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീക്ക് 3 നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ വീക്ക് 3 പറയാനുള്ളത് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ബയോളജി ചാപ്റ്റർ ഫിസിക്സ് വളരെ വലിയ ചാപ്റ്ററാണ്. ഇത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ തീരുമെന്നാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 ചാപ്റ്ററും പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് തീർത്തിട്ട് ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ഗ്യാപ്പിലും കൂടി പഠിച്ചിട്ട് 2 ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ റിവിഷൻ ഉണ്ട്. ഓക്കെ, റിവിഷനാണ് പ്രാക്ടീസ് ടെസ്റ്റും കൊടുത്തിട്ടുണ്ട്. വീക്ക് 4 പ്രാക്ടീസ് ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. വീക്ക് 5 കൊടുത്തിട്ടുണ്ട്, വീക്ക് 6 കൊടുത്തിട്ടുണ്ട്, വീക്ക് 7 കൊടുത്തിട്ടുണ്ട്. വീക്ക് 7 ഏകദേശം 1, 2, 3, 4, 5, 6 6 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡിയാക്കാൻ പറ്റും. പിന്നെ കംപ്ലീറ്റ് സിലബസ് ഒരു എക്സാം ഉണ്ട്, പിന്നെ ഒരു റിവിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ദിവസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 50 ഡേയ്സ് പ്ലാനർ ഞാൻ റെഡിയാക്കി തന്നു. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോകാം. ഇത് എല്ലാത്തും കൂടി പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, ടൈം കളയേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള 25 ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമുകൾ എഴുതാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. ബാക്കിയുള്ള 25 ഡേയ്സ് വാട്ട് യു വിൽ ബി ഡൂയിങ്, യു വിൽ ബി റൈറ്റിംഗ് എക്സാംസ് എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വാട്സപ്പ് ചാനലും ടെലഗ്രാം ചാനലും കൊടുക്കും. നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ജോയിൻ ചെയ്താൽ മതി. ഇത് പറയാനുള്ളത് ഡെയിലി നീറ്റ് പ്ലാനറാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതാണ് ഡെയിലി നീറ്റ് പ്ലാനർ എന്ന് പറയുന്നത്. എന്താണ് ഡെയിലി നീറ്റ് പ്ലാനർ?
ഓക്കെ, ഇത് വളരെ എഫക്റ്റീവായിട്ട് ടൈം എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു പ്ലാനറാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് സെറ്റാക്കി പഠിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്ലാസ്സിലുള്ള ടൈം, ഒരു ബോറടിച്ചിരിക്കുന്ന ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണ്. അപ്പോൾ രാവിലെ നിങ്ങൾ എണീച്ച് കഴിഞ്ഞു, രാവിലെ ഏർലി ബേർഡ്, അതായത് രാവിലെ നേരത്തെ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 6 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ. അപ്പോൾ 6 മണിക്ക് നിങ്ങൾ എണീച്ച് കഴിഞ്ഞാൽ 6 to 9 എന്തായിരിക്കും? രാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ആൾറെഡി എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ബയോളജി റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് രാവിലെ നിങ്ങൾ ചെയ്യാനുള്ളത്. രാവിലെ ഒരു 3 മണിക്കൂർ ബയോളജി ഫ്രഷ് ആവുന്ന ടൈമിൽ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തലയിൽ നിൽക്കും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നുണ്ട്. ഒരു 9 to 9:30 നിങ്ങൾ എന്ത് ചെയ്യുക? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിനുശേഷം 9:30 മുതൽ 10:30, 11:30, 12:30 3 മണിക്കൂർ എന്ത് ചെയ്യുക? യെസ്, ഇനോർഗാനിക് ഓർഗാനിക് കെമിസ്ട്രി സെറ്റാക്കി പഠിക്കാൻ നോക്കുക. ഓക്കെ, അതിനുശേഷം 12:30 മുതൽ 1:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ബ്രേക്കാണ്. ബ്രേക്ക് മസ്റ്റാണ്, ബ്രേക്ക് എടുക്കണം നിങ്ങൾ. അതിനുശേഷം അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് ലഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് എക്സസൈസ് ചെയ്യണമെങ്കിൽ എക്സസൈസ് ചെയ്യാം. മൊബൈൽ ഫോണിൽ കളിക്കണമെങ്കിൽ 10-15 മിനിറ്റ് മൊബൈൽ ഫോണിൽ കളിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല. അതിനുശേഷം 1:30 to 4:30 വരെ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി ഓർ ഫിസിക്സ് സെറ്റാക്കണം എന്ന് പറഞ്ഞാൽ 3 അവറിൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 4:30 മുതൽ 5 മണി വരെ ടീ ബ്രേക്കാണ്, കോഫി ബ്രേക്ക് എന്നൊക്കെ പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ പിന്നെ അതിനുശേഷം 5 മണി മുതൽ 9 മണി വരെ ഫിസിക്സ് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ഫിസിക്സ് പഠിക്കാം. ഓക്കെ, ഏകദേശം 4 അവർ, അതായത് 5 മണി മുതൽ 9 മണി വരെ 4 മണിക്കൂർ ഫിസിക്സ് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഡിന്നറാണ്. നിങ്ങൾക്ക് 9 to 9:30 ഡിന്നറും ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് 9:30 to 11:30 റിവിഷനും ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് അന്ന് പഴയ ടോപ്പിക്സ് റിവിഷനും ചെയ്തിട്ട് അന്നത്തെ ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. ഏകദേശം 11:30 മുതൽ നിങ്ങൾക്ക് 6 മണി, ഏകദേശം 6 hours ഓഫ് സ്ലീപ്പ് മസ്റ്റ് മിനിമം കിട്ടുന്നുണ്ട്. 6 hours നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്ലീപ്പ് മിനിമം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഇത് 15 അവർ പ്ലാനറാണ്. ഒരിക്കലും നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ പറ്റണം എന്നില്ല, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഇത് ഫോളോ ചെയ്യാൻ നോക്കുക. മിനിമം നിങ്ങൾക്ക് 12+ അവറായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്? ഫുൾ സെറ്റാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീറ്റ് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, 15 into 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1125 അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 75 days നിങ്ങൾ 15 അവർ പഠിച്ചു കഴിഞ്ഞാൽ 1125 മണിക്കൂർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കയറാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഓരോ സബ്ജക്റ്റും എങ്ങനെ ഡീൽ ചെയ്യണം? വളരെ പെട്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കും, ലാഗ് അടിപ്പിക്കുന്നില്ല. ഫിസിക്സ് ഇൻ 75 days കൊണ്ട് ഫിസിക്സ് എങ്ങനെ പഠിക്കും നിങ്ങൾ? ഞാൻ ഉപയോഗിച്ച മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തിരുന്നത് വീഡിയോ ക്വസ്റ്റ്യൻസ് കാണും, അല്ലെങ്കിൽ 1 shot സീരീസ് കാണും. ഈ 1 shot സീരീസ് കാണുമ്പോൾ പഴയ ടോപ്പിക്സ്, അത് മറന്നുപോയ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു റിവിഷനായിട്ട് മാറും. അതിനുശേഷം നിങ്ങൾ റിവിഷൻ, ഞാൻ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യുന്ന ടൈമിൽ സെയിം കണ്ട 1 shotനെ വീണ്ടും കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ ചെയ്ത ക്വസ്റ്റ്യൻസിനെ വീണ്ടും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ വേറെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓക്കെ, ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് കിട്ടുന്നുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യേണ്ട. അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പിന്നെ ചെയ്ത ക്വസ്റ്റ്യനെ വീണ്ടും ചെയ്യുക, പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുക, ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അല്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ടൈം. അതിനുശേഷം ക്വാളിറ്റി, ഹൈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട, ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാംസ് വഴി കിട്ടും എന്നുള്ളതാണ്. എക്സാംസ് വഴി. ഓക്കെ, പിന്നെ ഗീവ് 1.15 അവർ ഫോർ ഫിസിക്സിൻ്റെ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 1 മണിക്കൂറും 15 മിനിറ്റും എന്ത് ചെയ്യുക? ഫിസിക്സിന് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബയോളജിക്ക് എത്ര സ്പെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ പറയാം. കെമിസ്ട്രി എങ്ങനെ പഠിക്കും? ഇനോർഗാനിക് ആണെന്നുണ്ടെങ്കിൽ ബയോളജി പഠിക്കുന്നത് പോലെ കംപ്ലീറ്റ്ലി NCERT ഫോക്കസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് സെറ്റാക്കുക. ഓർഗാനിക് ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ, ഫസ്റ്റ് പ്രയോറിറ്റി ആണ് ക്വസ്റ്റ്യൻ ആണ്, അടുത്തത് NCERTക്കാണ്. ക്വസ്റ്റ്യൻ ചെയ്യുക, അതിനുശേഷം NCERT ടൈമിനനുസരിച്ച് റീഡ് ചെയ്യുക. ഓക്കെ, ഒരു തവണ NCERT റീഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഫിസിക്കൽ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫിസിക്സിനെ പോലെ തന്നെ പഠിക്കുക, ഫിസിക്സിനെ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ മേലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ടൈമിലേക്ക് അടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഏകദേശം കെമിസ്ട്രി ഒരു 45 മുതൽ 50 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം? കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ബയോളജി ഒരു
പറയാം ബയോളജി 45 മിനിറ്റിനുള്ളിൽ. ബയോളജി 45 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മണിക്കൂറും 15 മിനിറ്റും കിട്ടി ബാക്കി. പിന്നെ കെമിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 45 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്, ഏകദേശം വീണ്ടും 1.5 മണിക്കൂർ നിങ്ങൾക്ക് എന്താണ് ബാക്കിയാണ് എന്നുള്ളതാണ്. ഓക്കെ, 1.5 മണിക്കൂറല്ലേ, അതെ 3 മണിക്കൂറിൻ്റെ 1.5 മണിക്കൂർ. ഇതിൽ ഫിസിക്സ് 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് നിങ്ങൾ ഫ്രീ ആണ്. ഫ്രീ ടൈമിൽ നിങ്ങൾ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ്, അൺഅറ്റംപ്റ്റഡ് കാര്യങ്ങളൊക്കെ, തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസിൽ അൺഅറ്റംപ്റ്റഡ് എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും നോക്കി സെറ്റാക്കി അടിപൊളിയാക്കാനുള്ള ടൈമാണ്. 2 റൗണ്ട് ഓഫ് റിവിഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 30 മിനിറ്റിനുള്ളിൽ തീർക്കണം എന്നുള്ളതാണ്. 2 റൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്കപ്പ്. ഓക്കെ, പിന്നെ NCERT ആണ് ബയോളജി നോക്കേണ്ടത്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ്. ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അടിപൊളിയായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പ്ലാനുകളും ഞാൻ ഹൈ വെയിറ്റേജ് ചാപ്റ്ററുകളൊക്കെ പറഞ്ഞു തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ സെറ്റാക്കി നിങ്ങൾക്ക് ഓരോ പ്ലാനറുകളും അതുപോലെ തന്നെ വീക്ക്ലി പ്ലാനറുകളും മന്ത്ലി പ്ലാനറുകളും ഓരോ സബ്ജക്റ്റ് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് വഴി അടിപൊളിയായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നമ്മളെ ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് അപ്ലോഡ് ചെയ്ത, പണ്ട് എന്ന് പറഞ്ഞാൽ കുറേ മുന്നേ അപ്ലോഡ് ചെയ്ത എല്ലാ നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. സോ അടിപൊളിയായിട്ട് പഠിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ലൈക്കും സബ്സ്ക്രൈബ് ആണ്, അതൊക്കെ ചെയ്യുക. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ആൾ ദി ബെസ്റ്റ് ഗൈസ്.